ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. അതിനാവശ്യമായിട്ടുള്ള ദോശ ബാറ്ററാണിത്. ഊത്തപ്പം നമുക്ക് പല രീതികളിൽ ഉണ്ടാക്കാം. ഓണിയൻ കൊണ്ടുണ്ടാക്കാം, ടൊമാറ്റോ കൊണ്ടുണ്ടാക്കാം, മിക്സഡ് വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിക്സഡ് വെജിറ്റബിൾ കൊണ്ടുള്ള ഊത്തപ്പമാണ്. അതിനാവശ്യമായിട്ടുള്ള ദോശ ബാറ്ററാണിത്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ടൊമാറ്റോ, 2 മീഡിയം സൈസ് സവോള, ഒരു പച്ചമുളക്. എപ്പോഴും സവോള കുറച്ച് കൂടുതൽ ഇട്ടേക്കണം. ബാക്കിയുള്ള വെജിറ്റബിൾസിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ കുറച്ച് സവോള ഇട്ടേക്കണം. ഇതൊരു ബൗളിലേക്ക് മാറ്റണം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 2 പച്ചമുളക് ഇടാൻ കിട്ടും. ഞാനിവിടെ ഒരെണ്ണം ഇട്ടെന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണേ. കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഈ ഉപ്പ് എല്ലായിടവും പിടിക്കണം. ഈ വെജിറ്റബിളിന് ആവശ്യമുള്ള ഉപ്പ് മതി, കാരണം നമ്മൾ ദോശ ബാറ്ററിൽ ഉപ്പിട്ടാണല്ലോ വെക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഒരു ദോശ തവ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇത് തവ ചൂടായോന്നറിയാൻ ഒരു സ്വല്പം വെള്ളം ഒന്ന് ഇട്ട് നോക്കണേ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ഈ ശബ്ദം വരുവാണെങ്കിൽ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നാണ്. അതിനുശേഷം നമ്മൾ ദോശ ബാറ്റർ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇത് അധികം പരത്തരുത് കേട്ടോ. കുറച്ച് കട്ടിക്കിരിക്കേണ്ടതാണ് ഊത്തപ്പം. അപ്പോൾ ഒരുപാട് പരത്തരുത്, ഒരു സ്വല്പം ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി. തീ അങ്ങ് ഹൈ ഫ്ലെയിമും ആകരുത്, ലോ ഫ്ലെയിമും ആകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഗ്യാസ് കത്തിച്ച് വെക്കാൻ. എന്നിട്ട് ഇതിനകത്ത് ചെറിയ ഹോൾസ് വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ഈ വെജിറ്റബിൾസ് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ ഹോൾസ് ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്പൂണൊക്കെ ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി കൂടി പോകും. കൈ കൊണ്ടാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കും. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഊത്തപ്പം ഇത് കേട്ടോ. റെഡും ഓറഞ്ചും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ ചേർന്നത്. ഇപ്പം നല്ല ഭംഗിയുമാണ് കാണാൻ. ഓണിയൻ കൊണ്ട് മാത്രമാണെങ്കിലും നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടൊമാറ്റോസ് മാത്രം ഉപയോഗിക്കാം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഈ വെജിറ്റബിളെ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തിരിച്ചിടുമ്പോൾ ഇത് തെറിച്ച് പോകും. ഇനി അതിൻ്റെ മേളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നെയ്യില്ലെങ്കിൽ കോക്കനട്ട് ഓയിലായാലും മതി കേട്ടോ, അല്ലെ ബട്ടറോ, എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. സൺഫ്ലവർ ഓയിൽ ഒഴിക്കല്ലേ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ. തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇത്. കാരണം ഈ വെജിറ്റബിളും എല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് വരണമല്ലോ, അകം വേവുകയും വേണം. എന്നും നമ്മൾ ഈ ദോശ തന്നെ ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് മടുപ്പാവുകയെ. അപ്പം നമ്മളിങ്ങനെ ദോശ ബാറ്റർ ഇപ്പം നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ദോശകളൊക്കെ ഉണ്ടാക്കാം. ഒരു ദിവസം സാദാ ദോശ, ഒരു ദിവസം നെയ് റോസ്റ്റ്, ഒരു ദിവസം മസാല ദോശ, ഒരു ദിവസം ഊത്തപ്പം. അപ്പം വ്യത്യസ്തമായ രുചികളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പറ്റും. നമുക്ക് ഒരു മടുപ്പും ഉണ്ടാകത്തില്ല അന്നേരം കേട്ടോ. ഞാനൊക്കെ എങ്ങനെയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ എളുപ്പവും ഉണ്ട്, ഒരുപാട് കിടന്നങ്ങ് പണിയുകയും വേണ്ട അല്ലേ. കണ്ടോ നല്ല ഭംഗിയായത് കാണാൻ, നല്ല ഭംഗിയില്ലേ. നമ്മൾ കഴിക്കുന്ന ഫുഡ് കാണാൻ ഒരു ഭംഗിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പകുതി ഇഷ്ടം അന്നേരം തന്നെ വരും. പിന്നെ കഴിച്ചു തുടങ്ങുമ്പോൾ ബാക്കി ഇഷ്ടവും കൂടെ വരും. നല്ല ടേസ്റ്റി ആയിരിക്കും, കാരണം ഇതിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് ആ വെജിറ്റബിളും എല്ലാം കൂടെ ചേരുമ്പോഴേ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ദോശയാണ്. ദോശയല്ല, ഊത്തപ്പം. ഈ ഇഡ്ഡലിപ്പൊടി ഇല്ലേ, അതുകൊണ്ട് നമുക്ക് അതുണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ അകത്തൊന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്താൽ ചിലർക്ക് ഇഷ്ടം. എൻ്റെ മോനൊക്കെ ആ പൊടി ദോശ എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ നമുക്കിപ്പം ഹോട്ടലിലൊക്കെ. അപ്പം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൊടി മസാല ദോശ, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരെണ്ണം കൂടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഈ വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടെ ഒരു സ്വല്പം പൊടി മസാല, അത് ആ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നമുക്ക് പല ടേസ്റ്റുകളിൽ കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഫുഡിനോട് മടുപ്പുണ്ടാകത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്താ നമ്മുടെ അടിപൊളി ഊത്തപ്പം ഇവിടെ റെഡിയായി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ഗ്രീൻ ചട്നി. അതുമായിട്ട് കഴിച്ചാണല്ലോ സൂപ്പറായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. ഈ കളർഫുൾ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ.
ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ഗ്രീൻ ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനം നമുക്ക് ആവശ്യത്തിന് ഒരു കപ്പ് തേങ്ങ ഉണ്ടാവുമേ, 2 പച്ചമുളക്, 2-3 ചുവന്നുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയ പീസ് മതി കേട്ടോ, ഇത് ഇത്രയും മതി. ഇതും കൂടി ഇട്ട് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഇത് ഞാൻ ഒരുമാതിരി നന്നായിട്ട് അരച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യണേ. മല്ലിയില നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ തൈര് ഇതൊഴിച്ചിട്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. നമ്മൾ ഈ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റണം. മാറ്റിയിട്ട് മിക്സിയുടെ ജാറിൽ ഒരു സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് ഇതുപോലൊന്ന് ഇതിലേക്ക് ഒഴിച്ചേക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഉപ്പ് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് വേണേലും ഇത് ചേർത്ത് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഉപ്പ് ചേർത്ത് അരയ്ക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. ഒരു പാൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിടണം. കടുകിട്ടിട്ട് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് ചേർക്കണം. ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പറ്റൽമുളക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇതിലേക്ക് നമ്മൾ ആ കടുക് താളിച്ചത് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തേക്കണം. അപ്പം ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റ് മാത്രമല്ല നല്ല കളർഫുള്ളായിട്ടുള്ള ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഗ്രീൻ ചട്നി ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് വെജായിട്ടുള്ള ഊത്തപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ചെയ്ത് നോക്കി അഭിപ്രായമൊക്കെ അറിയിക്കണം എന്നെ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരു പ്രോത്സാഹനം അല്ലേ അതൊക്കെ അല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.